സോ ഹലോ എവരി വൺ, ഗുഡ് ഈവനിങ് ഫ്രം പോക്ര. നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോക്രയാണ്. ഓ പെട്ടു അങ്ങോട്ട് കയറ്റി നോക്കി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിപ്പോൾ ഉള്ളത് പോക്രയിലാണ്. സമയം ഇപ്പോൾ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നോക്കിയാൽ ഫുള്ള് മഴക്കാറൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. മഴയും ചാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ നാളത്തേക്ക് പോകാനായിട്ടുള്ള പ്ലാനാണ്. സോ വണ്ടിക്ക് രണ്ടും പോയി പെട്രോളൊക്കെ അടിച്ച് വെളിയൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് ഓർത്തു. കാരണം ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല. ഇന്നെല്ലാവരും ഓരോരോ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയേക്കുമായിരുന്നു. ഞാനും നമ്മുടെ വീഡിയോസും കാര്യങ്ങളും എല്ലാം കോപ്പി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് വെളിയിൽ പോയിട്ട് വരാം. നല്ല രസം കേട്ടോ ഇവിടുത്തെ മഴ. ഈ തണുപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ തണുപ്പുമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വെളിയിൽ പോയിട്ട് വരാം. അപ്പോൾ ഇന്ന് ഇവിടെ ഹോളിയാണ്. എല്ലാവരും ഹോളിയൊക്കെ ആഘോഷിച്ച് നടക്കും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും കളറൊക്കെ അടിച്ച് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും. നോക്കിക്കോണേ, അത് കണ്ടോ ആൾക്കാരൊക്കെ പോകുന്നത് ഹോളിയൊക്കെ ആഘോഷിച്ച് ബാഡി ഇഷ്ടംപോലെ ഉണ്ട്. ഇന്ന് ഇവിടെ ഹോളി ഇവിടെ ഇന്നത്തെ ദിവസമാണ് ഇവിടെ ഹോളി. കണ്ടില്ലേ ഒരു പുള്ളിക്കാരനൊക്കെ ഫുൾ നീലമയം. ഇന്നിവിടെ ശനിയാഴ്ച കേട്ടോ. ഇന്നിവിടെ ഫുൾ ഹോളിഡേ ആണ്. ഇവിടെ ശനിയാഴ്ചയാണ് ശരിക്കും പറഞ്ഞാൽ ഹോളിഡേ. കണ്ടില്ലേ ഹോളിയൊക്കെ ആഘോഷിച്ചിട്ട് പോകുന്നതാണ്. എല്ലാവരുടെ നേരത്തെ കളറാ. നമ്മുടെ വെള്ളവണ്ടി കളർ വണ്ടി ആക്കുമോ ഇവര്. നമ്മളിപ്പോൾ നേരെ ഒരു പെട്രോൾ പമ്പിലേക്കാണ് പോകുന്നത്. അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം ഇതാണ് ഇവിടുത്തെ പെട്രോൾ പമ്പ്. ഇതന്നെ അടച്ചിട്ടേക്കാണ് ഇവിടെ. ക്ലോസ്ഡ്. പെട്രോൾ പമ്പ് ഈസ് ക്ലോസ്ഡ്. എന്താണ് അങ്ങനെ? ന്യൂ ജനറേഷന് ഇവിടുത്തെ പമ്പെല്ലാം ഫുള്ള് മറ്റേ ഇതുപോലത്തെ സാധനമൊക്കെ ഇട്ട് സെറ്റ് ചെയ്തേക്കും കേട്ടോ. ഷട്ടറൊക്കെ ഇട്ട് നല്ല കിട്ടില്ല മഴയാണ്. സമയം ഇപ്പം 6 മണിയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ കുഴപ്പമായിരുന്നു. ഞാൻ 5 മണി കഴിഞ്ഞെന്നല്ലേ പറഞ്ഞത്. സമയം 6 മണിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പമ്പ് നോക്കണം. നമ്മളിത് അടുത്ത ഒരു പമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഫുൾ ബ്ലോക്ക് ആട്ടോ. വട്ടം കയറ്റിയൊക്കെ നിർത്തിയേക്കുന്നേ. അപ്പം നമ്മുടെ ഈ ഒരു വണ്ടിക്ക് 4171 അടിച്ചിട്ടുണ്ട്. അതായത് 23 ലിറ്റർ. അപ്പം ഈ ഒരു വണ്ടിയും കൂടെ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇങ്ങോട്ട് കയറ്റിയിടാം. അവിടെ കറക്കുന്ന ഒരു ഫോർച്യൂണറാണ്. ഫോർച്യൂണർ ഇതിന് നോക്കി അടിക്കുന്ന നോക്കി 14,000 രൂപയ്ക്കൊക്കെ 82 ലിറ്റർ. ഇതിന് ഇത്രയും ടാങ്ക് കപ്പാസിറ്റി ഒക്കെ ഉണ്ടോ? നമ്മുടെ വണ്ടിയിൽ കയറുന്നുണ്ട്. അതല്ലോ ഫോർച്യൂണർ തന്നെയാണല്ലോ. നോക്കി 14,501 എത്ര? 10 ലിറ്റേഴ്സ്. 10. അപ്പോൾ ഇതിന് നമ്മൾ 10 ലിറ്ററാണ് അടിച്ചത്. അതായത് 1782 രൂപയ്ക്ക്. കാരണം ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കഴിയും. കാരണം ഇവിടെ കണ്ടില്ലേ 178 രൂപയാണ്. നമ്മൾ മുസ്റ്റാങ്ക് പോയപ്പോൾ 250 രൂപയായിരുന്നു അവിടെ. കാരണം ബ്ലാക്കിലൊക്കെ കിട്ടത്തുള്ളായിരുന്നു. അപ്പോൾ നമ്മളിത് അവിടെ നിന്ന് പെട്രോളൊക്കെ അടിച്ചു. ഒരു 500 രൂപയ്ക്കും കൂടെ അടിച്ചിടും. അത് കഴിഞ്ഞപ്പോഴൊക്കെയും 2.80 കിട്ടി കേട്ടോ. അതിന് ഒരു മിനിറ്റ് സീറ്റ് ബെൽറ്റ് നിർത്തേ. അപ്പോൾ അതിന് 2.80 കിട്ടി. 2.80. കാരണം ഇവിടെ 178 രൂപയല്ലേ. ഇനിയിപ്പം നേരെ തിരിച്ച് പോകുവാണ്. നേരെ റൂമിലേക്ക് പോയിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ഇറങ്ങും. വല്ലതും കഴിക്കാനൊക്കെ ആയിട്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ അങ്ങനെയും ചെറുതായിട്ടൊക്കെ വാങ്ങിക്കാം. അപ്പം നേരെ അങ്ങോട്ട് പോകട്ടെ. നല്ല മഴയാണ്. സമയം ഇപ്പോൾ 6:05 ആയിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മുടെ അവിടുത്തെ ടൈമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരു 6:20 കാണും ഇവിടുത്തെ ടൈം. ഓക്കെ ബൈ. അപ്പം നമ്മളിത് ഇവിടെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോവാണ്. നല്ല ഇടിയും മിന്നലും ഒക്കെ കാണാം. നിങ്ങൾ ജസ്റ്റ് ചിലപ്പം വീഡിയോയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ കിട്ടത്തില്ല. ഇവിടെ നിന്നാണോ അവിടെ നിന്നാണോ? അവിടെ നിന്നാടാ തിരിച്ച്. അല്ല കേട്ടോ, ഇവിടെ നിന്ന് തന്നെയാണ്. കണ്ടോ സെറ്റാണ്. നല്ല രസമുണ്ട് കേട്ടോ ഇടിമിന്നൽ ഇങ്ങനെ കാണാനായിട്ട്. നൈസ്. അപ്പം അങ്ങോട്ടൊക്കെ നമ്മുടെ അവിടെയൊക്കെ ഫുള്ള്
വെയിലും കാര്യങ്ങളും ഒക്കെയാണ്. ഇവിടെ ഫുള്ള് മഴയും കാര്യങ്ങളൊക്കെയാണ് കണ്ടോ. ഓക്കെ, നമ്മളിതേ അവിടെ വണ്ടി കൊണ്ടിട്ടു. നേരെ ഇനിയിപ്പം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. സമയം ഇപ്പം 8:09 ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇവിടുത്തെ ആ ഒരു ഫ്രണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. ബ്രോ വിശക്കണുണ്ടോന്ന്. അപ്പം നേരെ നമുക്ക് ഫുഡ് കഴിക്കാൻ പോയി. ഇവിടെ തന്നെയാണ് നമ്മൾ അന്ന് ഇവിടെ വന്നപ്പോഴും കഴിക്കാൻ പോയത്. അപ്പം നേരെ അങ്ങോട്ട് പോകട്ടോ. അപ്പം നമ്മളിത് ജസ്റ്റ് ഇതിലേക്ക് നടക്കുവാണ്. പോക്ര ഇന്ന് ഫുൾ ഓണം. ഇത് നോക്കിയേ, ഫുള്ള് തിരക്കാണ്. എല്ലായിടത്തും പാട്ടും പരിപാടിയും ഹോളിയുടെ പരിപാടിയും എല്ലാം ഉണ്ട്. ഇന്ന് ഹോളി ആയതുകൊണ്ട് ഫുൾ പരിപാടിയുണ്ട്. ഇത് കണ്ടില്ലേ, ഒരു ഇഷ്ടംപോലെ ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ലെറ്റ്സ് ഗോ. നമ്മളിത് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഇവിടുന്നും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുവാണ്. അപ്പോൾ എല്ലാം കൂടെ നോക്കി വാങ്ങിച്ചിട്ട് ഇവിടെ നിന്നൊക്കെ ഇറങ്ങുമ്പം കാണാം. ഇവിടെ വൻ പാട്ടും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് എന്തായാലും ഇതുണ്ടല്ലേ, കുറച്ച് ഫ്ലാഗും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ബാഡി നമ്മൾ ചുമ്മാ ഇതിലേക്ക് നടക്കുവാണ്. ഇത് നമ്മുടെ സിനിമയ്ക്കകത്തെ ഒരു കത്തിയില്ലേ, ജഗതി കൊണ്ട് കിടക്കുന്ന ഗൂർക്ക കത്തി. കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, ഇവിടെ എല്ലാം ഒത്തിരി 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 സംഭവങ്ങളുണ്ട് ഇല്ലേ. നൈസ്. ഇവിടെ എല്ലാം കുറേ എന്തൊക്കെയോ ഗ്ലാസ്. ഇതൊക്കെ കപ്പുകളാണ്. ഇത് കൊള്ളാമല്ലോ. ഇതെന്താണ് സംഭവം? എന്താ സംഭവം എന്നൊരു പിടുത്തമില്ല കേട്ടോ. ഇതുണ്ടോ? നൈസ്. പാമ്പോ? ഇതും കൊള്ളാം. അതും എടുത്തു വേണേ. ഇതെല്ലാം ഒരേതാടാ. ഇവിടെ കുറേ എണ്ണം ഉണ്ടല്ലോ. അപ്പം നമ്മളിത് ജസ്റ്റ് ഈ ഒരു കടയിലും കയറി കുറച്ച് ടീഷർട്ടും കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. കണ്ടില്ലേ, അത്യാവശ്യം നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഇതുകൊണ്ട് അന്നപൂർണ ബേസ് ക്യാമ്പ് ട്രക്ക്. ഇതാണ് ഇവിടെ വന്നേ വെച്ച് വൻ വിഷയ സാധനം കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. കോമഡി സാധനമാണ്. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. ഇതൊന്നും നമ്മൾ എടുത്തില്ല. ഇതൊക്കെ സീനാണ് ബീസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോയി ഫുഡ് കഴിക്കണം ഇനി. ഓക്കെ, നമ്മളിത് അപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. ഇത് നോക്കി, ഇവിടെയൊക്കെ കുറേ ഐറ്റംസൊക്കെ, ഫിഷും പ്രോൺസും സംഭവങ്ങളും എല്ലാം ഇരിപ്പുണ്ട്. ചിക്കനുണ്ട്, ബീഫുണ്ട്, പോർക്കുണ്ട്. ഇത് നോക്കി, നമ്മുടെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ചിക്കൻ സഫാലി. ഓക്കെ, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് ബ്രെഡ് ഐറ്റമാണ്. ഇത് മോമോസ് ആട്ടോ. ഇവിടെ എല്ലാം കുറേ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതുണ്ടല്ലേ, പോർക്കും സംഭവങ്ങളൊക്കെ ഇതെല്ലാം എടുത്ത് വെച്ചേക്കുന്നു. സെറ്റ്. ഇതിന് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് മോമോസ്. ഓക്കെ, നമ്മളിത് ഇവിടെ ഒരു സൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ഇതാ കേട്ടോ. ഈ സാധനത്തിന് ബഫ് സോസേജ് ആട്ടോ ഇത്. അതായത് ബഫലോടെ സോസേജ്, ബഫലോ ഇറച്ചി വെച്ചുള്ളത്. ഇത് പ്രോൺസ്. അപ്പം നമ്മളിത് ഇവിടെ കഴിച്ചോണ്ടിരിക്കുക. അപ്പം നമ്മുടെ ഫ്രണ്ട് ഇവിടെ ഉണ്ട്. അപ്പൊ സുഖമാണോ ചേട്ടാ? എങ്ങനെയുണ്ട്? കേരളത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? കേരളം പൊളിയാണ്. പിന്നെ തോടി, പിന്നെ കോക്കനട്ട്, സൂപ്പർ, പിന്നെ മോഹൻലാൽ, പിന്നെ മമ്മൂട്ടി. ഫാൻസ്, കണ്ടന്റ്. പിന്നെ സംഗീശ്രീ ഗോപാലൻ, സുരേഷ് ഗോപി, പിന്നെ ചിത്ര,
എല്ലാരും അറിയാം. പിന്നെ പ്രേമം, സിനിമ, ദൃശ്യം, KGF, ബാഹുബലി, തമിഴ്നാടു തെലുങ്ക്. അപ്പോൾ അദ്ദേഹം ഇങ്ങനത്തെയൊക്കെയാണ് കാര്യങ്ങൾ. പുള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്, ഇവരുടെ കൂട്ടത്തിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. ബഫല്ലോ സോസേജ് ബാഡി ഇവിടെ ഉണ്ട്. അപ്പം നമ്മുടെ പോർക്കും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അതെ ചിക്കനും വന്നിട്ടുണ്ട്. അപ്പം ഇത് ഫ്രൈഡ് മോമോസ് കേട്ടോ. അപ്പം ഇതല്ലാത്ത മോമോയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിക്കട്ടെ കേട്ടോ. എന്തേ ഒരു ഫിഷും വന്നിട്ടുണ്ട്, കൊള്ളാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ലാസ്റ്റ് ഡേ ഇൻ നേപ്പാൾ ഫുൾ തീരുവാണ്. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഫുഡെല്ലാം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് വേറെ 2-3 സാധനമൊക്കെ കഴിച്ചാൽ. ഞാൻ അവിടെ ഒരു മറ്റേ ബ്രെഡ് പോലത്തെ ഒരു സാധനമൊക്കെ ഇരിക്കുന്നത് പറഞ്ഞില്ലേ, അതൊക്കെ വാങ്ങിച്ചായിരുന്നു. പക്ഷെ അതൊന്നും വീഡിയോ എടുത്തില്ല. എനിവേസ് നമ്മളിപ്പോൾ ഇനി നേരെ റൂമിലോട്ട് പോകുവാണ്. എല്ലാം പാക്ക് ചെയ്യണം രാവിലെ തന്നെ, എന്നിട്ട് പോകണം. ഇത് നോക്കിയ ഒരു വണ്ടി പോകുന്നത്, ഇത് മറ്റേ ടൊയോട്ട കേട്ടോ, ഹൈലക്സ് ആണെന്ന് തോന്നുന്നു. ബാഡി ലൈറ്റൊക്കെ കൊടുത്ത് വൻ സീൻ. ഓക്കെ, നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ടൊയോട്ടയാണോ അത്? അതോ നിസ്സാനാണെന്ന് തോന്നുന്നു. നിസ്സാൻ്റെ ഏതോ വണ്ടിയാണ്. അപ്പം നമ്മളിത് ഓൾമോസ്റ്റ് എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പം ഇന്നിവിടുത്തെ ലാസ്റ്റ് ദിവസമാണ് റിച്ച് ഹാർട്ട്. അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം നേപ്പാൾ. നാളത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന്, അതായത് പോക്രയിൽ നിന്ന് നേരെ ടൻസം പോവും. ടൻസനിൽ നിന്ന് കുറച്ച് വർക്കുണ്ട് അവിടെ, കാരണം ഇവർക്ക് വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടൻസനി ഒരു 2-3 മണിക്കൂർ സ്റ്റേ എടുത്തിട്ട് നമ്മൾ നേരെ അവിടുന്ന് നേപ്പാൾ ബോർഡർ കടന്നപ്പുറത്ത് ഇന്ത്യയിലേക്ക് കയറാനാണ് പ്ലാൻ. അതായത് കുറച്ച് വൈകുന്നേര ടൈമിലായിരിക്കും കയറുന്നത്. രാവിലെ ഇവിടുന്ന് തിരിക്കും. പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് ഒത്തിരി സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റിയില്ല. മേ ബി നെക്സ്റ്റ് ടൈം. അപ്പോൾ നമ്മുടെ വണ്ടി ഇത് ഇവിടെ ഉണ്ട്, കാർ ഇത് വെളിയിൽ കിടപ്പുണ്ട്. അപ്പം ഗുഡ് ബൈ ഫ്രം നേപ്പാൾ ആൻഡ് പോക്ര. നേപ്പാളില്ല കേട്ടോ, പോക്ര. ബൈ. ഓൾസോ ഗുഡ് നൈറ്റ്.